ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് കുരിയച്ചൻ്റെ നട അഥവാ പ്രാന്തൻ കുരിയച്ചൻ, കൂനൻ കുരിശ് മുത്തപ്പൻ എന്നിങ്ങനെയൊക്കെ പല പേരുകളിൽ ഈ കുരിശിനെ അറിയപ്പെടുന്നുണ്ട്. എന്താണ് പ്രാന്തൻ കുരിയച്ചൻ എന്ന പേര് വരാനുള്ള കാരണം? അതെല്ലാവരുടെ ഒരു ഡൗട്ടാണ്. അത് പണ്ടുള്ള കാലത്ത് എല്ലാവരും പറയണത്, അതായത് കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ളവരോട് ചോദിച്ചാൽ അവർ പറയണത് പ്രാന്തൻ കുരിയച്ചൻ എന്ന പേര് വരാൻ കാരണം നമ്മൾ മോഷ്ടിക്കപ്പെട്ട വസ്തു വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടാണ് കൂടുതലും നമ്മൾ കുരിയച്ചൻ്റെ അടുത്ത് ചെല്ലുന്നത്. അപ്പം അങ്ങനെ പ്രാർത്ഥിക്കുന്നത് വഴിയായിട്ട് ആ എടുത്ത ആൾക്ക് സ്വസ്ഥതയില്ലാണ്ട് ഭ്രാന്ത് പിടിച്ചിട്ട് അവർ ആ വസ്തു ഉപേക്ഷിക്കും. അപ്പോൾ ആ വസ്തു നമ്മളിലേക്ക് തിരിച്ച് കിട്ടുമെന്നുള്ളതായിരുന്നു ഐതിഹ്യം. ഈ കപ്പേള സ്ഥിതി ചെയ്യുന്നത് മട്ടാഞ്ചേരിയിലെ ബസാർ റോഡിലാണ്. കുറച്ച് ഇടുങ്ങിയ വഴിയാണ്, എന്നാൽ കൂടിയും കുറേ അനാകാര്യങ്ങളാണ് ഈ കപ്പേള വന്ന് പ്രാർത്ഥിക്കുന്നത്. ഇതാണ് അവർ ലേഡി ഓഫ് ലൈഫ് ചർച്ച്, അതായത് കൂനൻ കുരിശ് സത്യം നടന്ന പള്ളി. വലിയൊരു ചരിത്രം സൃഷ്ടിച്ച പ്ലേസാണ് മട്ടാഞ്ചേരി എന്ന് പറയുന്നത്. അതിലെ ഒരു ഭാഗമാണ് ഈ പള്ളിയും. ജനുവരി 3 മട്ടാഞ്ചേരിയിൽ വെച്ച് പരസ്യമായി എടുത്ത പ്രതിജ്ഞയാണ് കൂനൻ കുരിശ് സത്യം. ഇംഗ്ലീഷിൽ കൂനൻ ക്രോസ് ഓത്ത് എന്നറിയപ്പെടുന്നു. പഴയ കുരിശിൻ്റെ മുമ്പിൽ തടിച്ചുകൂടി അവർ കുരിശിൽ വലിയ വടം കെട്ടി അതിൽ പിടിച്ച് ലത്തീൻ ആർച്ച് ബിഷപ്പന്മാരെ അനുസരിക്കില്ലെന്ന് പ്രതിജ്ഞ ചെയ്തു. ഇതാണ് കൂനൻ കുരിശ് കലാപം എന്നുമെല്ലാം ചരിത്രത്തിൽ അറിയപ്പെടുന്നത്. ഈ തീർത്ഥാടന കേന്ദ്രം കൊച്ചി റോമൻ കത്തോലിക്ക രൂപതയിലെ ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ അടിത്തറയാണ്. ഇനി മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.